സിനിമയിലും ടിവിയിലും ഒക്കെ ഉള്ള ധാരാളം ആൾക്കാരൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറച്ച് ഫെമിലിയർ ഫേസസ് ആയിട്ട് 20 വർഷം മുന്നേ നടന്ന ഒരു പഴയ ഓൾഡ് ഫാഷൻ ഒരു കാസ്റ്റ് കാണാൻ താല്പര്യം. എന്നെ അറിയാവുന്നവരടുത്ത് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് ഇറ്റ്സ് എ ഡർട്ടി ബിസിനസ്. എന്നിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് അവകാശപ്പെടുന്ന ഇതേ കേരളത്തിലുള്ളതിൽ മെജോറിറ്റി ആൾക്കാരും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരമായിട്ട് മീഡിയസിന് മുന്നിലേക്ക് അപ്പിയർ ചെയ്യുന്ന സ്ത്രീകളുടെ ആണെങ്കിൽ വസ്ത്രധാരണങ്ങൾ കണ്ടിട്ട് ആകുലപ്പെടുകയും അതേപോലെ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലോട്ട് അവർ ഒരു മനോഭാവം മാറുന്ന കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ പോകാനെ കൊണ്ട് പറ്റില്ല. 2 ദിവസം മുന്നേ ആണെങ്കിൽ നമ്മൾ രേണു സുധീർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഈ സെയിം കാര്യം തന്നെയാണ്. അതായത് രേണു സുധീരുടെ വസ്ത്രധാരണം നമ്മളിൽ ചില ആൾക്കാർ പറയുന്നത് പോലെ ആയിരിക്കണം എന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ദിയ കൃഷ്ണനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ മുന്നത്തെ കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ആ ഒരു അഹങ്കാരി എന്നുള്ളൊരു ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലോട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഇവിടെ സ്ട്രേറ്റ് വേ വിഷയത്തിലോട്ട് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയ കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. തന്റെ ഡെലിവറിയോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എടുത്തേക്കുന്ന ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. മാലിദ്വീപിൽ ഒരു ബീച്ചിന്റെ സൈഡ് വെച്ച് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, വാവ്, അടിപൊളിയായ ഒരു ഫോട്ടോ. കാര്യം ആ ഒരു ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചേക്കുന്ന അത്രയും കിടിലമായിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ ബാക്കി മീഡിയസ് ഒക്കെ റീഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. മനോരമ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. ബ്രാലറ്റിൽ മെർമെയ്ഡ് ലുക്കിൽ ദിയ കൃഷ്ണ, ശ്രദ്ധ നേടി ബേബി മൂൺ ചിത്രം, മാലദ്വീപിൽ ബേബി മൂൺ ആഘോഷിച്ച് ദിയ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി ഈ പറഞ്ഞ മീഡിയസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ റീഷെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും കുറേ ആൾക്കാർക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. കാര്യം ആർഷഭാരത സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാണല്ലോ ഇപ്പോൾ ദിയ കൃഷ്ണ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ ഒരു കമന്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം. ആർഷഭാരത സംസ്കാരം പൂത്തലഞ്ഞ് തള്ളി നിൽക്കുകയാണല്ലോ. ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രഗ്നൻസി ഒക്കെ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അതൊരു പ്രഹസനമാക്കി മാറ്റുന്ന നിങ്ങളെയൊക്കെ ഒന്നും പറയാനില്ല. നിന്റെ ഉപകരണം കൂടെ കാണിച്ചിട്ട് വെറുതെ ഒരു നേരം പോക്ക്. ഉപകരണം കൂടെ ചേട്ടനൊന്ന് കാണണം. എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ഉപകരണം അതെന്താണെന്ന് ആ ഒരു ഉപകരണം കൂടെ ചേട്ടന് കാണുന്നുള്ളത്. ചേട്ടൻ്റെ മനസ്സിലിരിപ്പ് അത്ര ചെറുതൊന്നും അല്ല, ചില്ലറയൊന്നും അല്ലല്ലോ. അവനാണ് മിടുക്കൻ, കിട്ടിയത് എല്ലാവരെയും കാണിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് തൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് മിടുക്കൻ. അവന് കിട്ടിയത് ബാക്കി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അവൻ അനുവദിച്ച് കൊടുത്തേക്കാണ്. ആ ഒരു സെൻസിലോട്ട് കാര്യങ്ങൾ എടുക്കുകയാണ്. അപ്പോഴും അവിടെ ആ ഒരു ഫ്രീഡം, ഓക്കെ, ഈ പറഞ്ഞ ഡ്രസ്സിങ്ങിൽ ഒരാൾക്ക് വേറൊരു ഫ്രീഡം കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. അതൊക്കെ പഴഞ്ചൻ ഒരു സമ്പ്രദായമാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ വസ്ത്രം ധരിക്കണം എന്നുള്ളതിലൊക്കെ അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഓക്കെ, ആ ഒരു അവർക്കിടയിലുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ആ ഒരു എലമെന്റിനെ ഒന്നുമല്ല ഇവിടെ ചേട്ടന്മാർ കാണുന്നത്. അവനാണെങ്കിൽ ആൾക്കാർക്ക് കാണിക്കാനെ കൊണ്ട് ഇട്ട് കൊടുത്തു എന്നുള്ള സാധനമാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അയ്യോ കഷ്ടം, പെൺകുട്ടികൾ ഇങ്ങനെ ആയാൽ എന്താ പറയുക, ഒന്നല്ലെങ്കിൽ അച്ഛനും അമ്മയും മകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഭർത്താവ് പറഞ്ഞാൽ എന്തായാലും കേൾക്കില്ല. ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, ഇതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? 4 പെൺകുട്ടികളെയും അഴിച്ചു വിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾ മോശമായിട്ടല്ലേ കാണൂ. കഷ്ടം തന്നെ. ഹൈ, എന്താ കഥ. ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നേക്കുന്നതാണ്. അതായത് ഈ സഖാക്കന്മാർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കാനെ കൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് ഇവർ പോകേണ്ട ഒരു ആവശ്യകത എന്താടേ? എനിക്കറിയാൻ മേലാന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഇവരുടെ ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ അവരുടെ ആയ കാലത്തൊക്കെ ആണെങ്കിൽ ഷക്കീല പടങ്ങളൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ കണ്ടേക്കുന്ന ആൾക്കാരാണ്. ഇന്ന് പൊതുസമക്ഷത്തിൽ വന്നിട്ട് വലിയ മാന്യതയുടെ മുഖപടം അടിഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ, പരിഷ്കാരം കൂടി മനുഷ്യൻ ശിലായുഗത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ മലപ്പുറത്ത് ശിലായുഗത്തിൽ ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ തൻ്റെ സ്വന്തം ഭാര്യേനെ ആണെങ്കിൽ വീട്ടിൽ വെച്ച് പ്രസവിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊന്നും ശിലായുഗത്തിലുള്ള കാര്യങ്ങളല്ല. ഇതാണ് തനിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചാൽ അത് വെച്ചൊരു ഫോട്ടോ ഇട്ടാൽ അതാണ് ശിലായുഗത്തിലെ കാര്യം. പിന്നെ ബെസ്റ്റികൾ നാടിനാവത്ത് എന്നതിൻ്റെ ഉദാഹരണമാണ് പുറകിൽ നിൽക്കുന്ന ഫുണ്ട. ഇത്തരം ആഭാസങ്ങൾ ഏതു സനാതന ആചാരത്തിലുള്ളതാണ്? സ്വാതന്ത്ര്യം എന്നാൽ ഇങ്ങനെയാണോ? രാജേഷ് VP ഇട്ടേക്കുന്ന കാര്യമാണ്. എൻ്റെ പൊന്ന് സേട്ടാ, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മുണ്ടുടുക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തിയില്ലേ? അപ്പോൾ നിങ്ങളുടെ തുട ബാക്കിയുള്ളവർ കാണില്ലേ? അത് ഏത് സനാതന ധർമ്മത്തിൽ പെടുന്നതാണ്? ഈ നാട്ടിൻപുറത്തൊക്കെയാണ് മുണ്ടും മടക്കി കുത്തിയിട്ട്, അല്ലെങ്കിൽ എന്തിനാ നാട്ടിൻപുറത്തെന്ന് പറയുന്നത്? പബ്ലിക് പ്ലേസിലോട്ട് ഇറങ്ങുമ്പോഴേക്കും മുണ്ടും മടക്കി കുത്തി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ ഈ പറയുന്ന തുടയൊക്കെ കാണിച്ചുകൊണ്ടല്ലേ പല ആൾക്കാരും നടക്കുന്നത്. ഓക്കെ, ചില അമ്മമാരുടെ മുണ്ടെടുപ്പാണ് നാണ്ട് നെഞ്ചത്ത് ഇവിടെ കഴുത്ത് വരെ കയറ്റിയിട്ട് മടക്കി കുത്തി കൊടുക്കുന്നത്. അവരുടെ സകലമായ കാര്യങ്ങളും വലുത് കാണുന്ന രീതിയിൽ എടുത്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല. അതൊന്നും ഒരു സനാതന ധർമ്മത്തെയും ബാധിക്കത്തില്ല. ഒരു സ്ത്രീ തനിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഫേസ്ബുക്കിൽ ഓടി കളിക്കുന്ന പണ്ടത്തെ ഇവരുടെ കൊച്ചുനാളിലെ ഒരു വീഡിയോ ഉണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. സിനിമയിലും ടിവിയിലും ഒക്കെ ഉള്ള ധാരാളം ആൾക്കാരൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറച്ച് ഫെമിലിയർ ഫേസസ് ആയിട്ട് 20 വർഷം മുന്നേ നടന്ന ഒരു
ഒരു പഴയ ഓൾഡ് ഫാഷൻ ഒരു കാസറ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്. കുറച്ച് വിഷ്വൽസ് ഐ വിൽ ഷോ ഹിയർ. ആൻഡ് മോർണിംഗ് ഫംഗ്ഷൻ, മോർണിംഗ് എന്താണ് വീഡിയോ എടുക്കാത്ത എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ വീഡിയോഗ്രാഫർ പറഞ്ഞു കാണും രാവിലെ കുളിക്കല്ല കല്യാണ പരിപാടി ഒന്നും പറഞ്ഞു കാണും. ഇറ്റ്സ് എ വെരി സ്വീറ്റ് നൈസ് ഒരു ഒത്തിരി മെമ്മറീസ് ആണ്. ആ മഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ദിയാകൃഷ്ണയുടെ കുട്ടിക്കാലം. അപ്പോൾ ഈ ഒരു കുട്ടിക്കാലമൊക്കെ കണ്ടിട്ട് ഇന്ന് ദിയാകൃഷ്ണയുടെ ഇത്തരം പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഒരു അമ്മ ഒരു ചേച്ചിയാണെങ്കിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആകുലപ്പെട്ടുകൊണ്ട് ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. എന്ത് നല്ല കുഞ്ഞുങ്ങൾ, വളർന്നപ്പോൾ തുണി അലർജി, അതായത് വളർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തുണി അലർജിയായി, തുണിയൊന്നും മണിയില്ലാതെ നടക്കുകയാണെന്നുള്ള അതിൽ ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അതിനൊരു മറുപടി മറ്റൊരാളെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു മകൾ ഉണ്ടെങ്കിൽ അവളും ഇതുപോലെ ശരീരമൊക്കെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കും. ഇൻസ്റ്റഗ്രാം ഒക്കെ കണ്ടിട്ടില്ലേ, ഓരോ കാലത്തും ഓരോ ട്രെൻഡാണ്, അതിനെ പിള്ളേർ ഫോളോ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ചെയ്യാൻ ഞാൻ ഈ കുട്ടികളുടെ അമ്മയല്ല. എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. അവർ അവരുടെ സംസ്കാരത്തിൽ വളർത്തി, ഞാൻ എൻ്റെയും അത്ര തന്നെ. ഓക്കെ, അവരവരുടെ സംസ്കാരത്തെ വളർത്തി, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ വളർത്തി. ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റൊരാൾ അവരുടെ ഈ ഒരു സംസ്കാരത്തിൽ കയറി ഇടപെടാൻ പോകേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക്? ഓക്കെ, സോഷ്യൽ മീഡിയ പബ്ലിക്കായിട്ട് കൊണ്ടിടുന്ന ഒരു സാധനത്തെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഇടാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷേ ഒരാളുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലിടുന്ന ഒരു കമൻറ്റ്, ആ ഒരു മനോഭാവം ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. താങ്കളുടെ കുട്ടികളെ ഇങ്ങനെ വളർത്തുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? അപ്പോൾ അയാൾ കൊടുത്തേക്കുന്ന മറുപടിയാണ്, എന്ത് സംസ്കാരം, നാട്ടിൻ പുറത്തൊക്കെ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന പെൺപിള്ളേർ വലിയ കമ്പനികളിലൊക്കെ ജോലി കിട്ടി വലിയ സിറ്റികളിലൊക്കെ ജീവിക്കുന്നവരെ നോക്കിയാൽ മതി ഡ്രസ് സ്റ്റൈലിലൊക്കെ ഉള്ള മാറ്റം അറിയാനെ കൊണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോം, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെയും, ഇനി മറുപടി തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വായ അടച്ചിട്ട് ആ ചേച്ചി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ ബാക്കിയുള്ളവർ അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നു, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സ് എന്ന് ചോദിക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും, എടാ നീ ഒരു കല്യാണം കഴിച്ചാൽ നിൻ്റെ ഭാര്യയെ ഇതുപോലെ നീ പ്രദർശന വസ്തുവായിട്ട് നിർത്തുക എന്നുള്ളതിലേക്ക് കുറേ ആൾക്കാർ ചോദിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ അന്ന് ഈ ഹണി റോസിൻ്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലും ആണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിലുള്ളവരെ ഇതുപോലത്തെ ഡ്രസ്സ് ഇറക്കി നിർത്തുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഡ്രസ്സും കൊണ്ട് ഇറക്കി പബ്ലിക്കിൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റൂ എന്നാണ് ചില ആൾക്കാരുടെ ഭയങ്കര ദീർഘവീക്ഷണമായിട്ട് കുറേ അത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. ഇവിടെ നമ്മുടെ വീട്ടിലെയോ നിങ്ങളുടെ വീട്ടിലെയോ ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി അല്ല ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പം മറ്റൊരാളുടെ ഇഷ്ടത്തിന്, ഓക്കെ, അവരുടെ ദിയാകൃഷ്ണയുടെ ഇഷ്ടത്തിനാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അവർ ഏത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ള കാര്യത്തിലല്ല അവരുടെ വിഷയങ്ങളൊക്കെ വരുമ്പോഴോ അവർ അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതിലൊക്കെ അത് അവർ അർഹരായിരിക്കാം. പക്ഷേ ഈ ഒരു സാധനം, ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഒരാളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ സ്പേസ് മാത്രമാണ്. ഓക്കെ, അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല ബാക്കിയുള്ള ഒരു സമൂഹം പറയുന്ന പോലത്തെ ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി കുറേ നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ, പുള്ളിക്കാരിക്കും ഈ സെയിം കാര്യം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ മേൽവസ്ത്രം ധരിക്കാത്ത ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിട്ടുണ്ടായിരുന്നു. അന്ന് കേൾക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിൽ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പോയപ്പോഴത്തേക്കും അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹാഫ് നേക്കഡ് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട്. അപ്പം അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ട്. കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ ഹാഫ് നേക്കഡ് ഫോട്ടോ ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഓക്കെ, ഇത് അവരുടെ ഈ പോയേക്കുന്ന വ്ലോഗ് എടുക്കാൻ പോയേക്കുന്ന സ്ഥലത്തെ ആണെങ്കിൽ ഒരു ആചാരം കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം ആ രീതിയിലാണ്. അപ്പം അങ്ങനെ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നീട് പുള്ളിക്കാരി ഒരു ബൈസെക്ഷൽ ആണ്, അതുകൊണ്ട് അങ്ങനെ അവരുടെ ഒപ്പം നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ള പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ചേച്ചിയുടെ ക്യാമറമാനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കുറേ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് അത് കണ്ടപ്പോൾ തോന്നിയത്? എന്താണ് എന്താ പറയാ, അത് ആ ഒരു സെക്ഷൽ പോവർട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു ചിന്താഗതി, ഞാനിപ്പോ എന്താ പറയാ, ഞാൻ എല്ലാ കൾച്ചറും അനുകരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ വസ്ത്രം കംപ്ലീറ്റ് ആയിട്ട് ധരിക്കുന്ന പർദ്ദ ഇട്ടപ്പോൾ അവരാരും അങ്ങനെ കമന്റ് ചെയ്യാൻ ക്യാമറമാനായി വരാൻ പറഞ്ഞില്ലല്ലോ. വസ്ത്രം ഇല്ലാത്തത് കാണുമ്പോഴേക്കും അവർക്ക് വികാരം വരുന്നതും അതെന്തിനാണ്, മനുഷ്യനാണ് വികാരം വരും, ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം? നമ്മളെ സ്വന്തം അമ്മേനോടും പെങ്ങളോടും നമ്മളുടെ കുടുംബക്കാരോടും നമ്മളെ കൂട്ടുകാരോടും നമ്മളത് ചെയ്യുന്നില്ലല്ലോ. പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാളോട് വികാരം തോന്നാൻ പറഞ്ഞിട്ട് ഒരു പയ്യനെ ഞാൻ കയറി പിടിക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പോയി പിടിക്കോ, ആ ഒരു ചിന്തയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വായി നോക്കുവാണെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് നോക്കാലോ. അതായത് നമ്മളിങ്ങനെ തുറച്ചു നോക്കി ആ ഒരു വൾഗറായിട്ടുള്ള ആ ഒരു നോട്ടം പോലും പല ആളുകൾക്കും ഒരു ട്രോമ വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ആയിയാണ്. ഇതൊക്കെ കാരണമാണ് പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാനും എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒന്നാമത് സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുവാണ്, പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ.
ഈ ഒരു വിഷയത്തിലാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലാണെങ്കിൽ മാറുമറയ്ക്കൽ സമരമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നേടിയെടുത്തേക്കുന്ന ഒരു അവകാശമാണ് മറയ്ക്കുക എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്കാണെങ്കിൽ പിന്നീട് ഈ ഒരു ലേഡി ഒരു ട്രാവൽ ബ്ലോഗർ ആകുന്നു, മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു, അവിടെ പോയിട്ട് മാറ് തുറന്ന് കാണിച്ചുകൊണ്ട് ഒരു വ്ലോഗ് എടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ചില ആൾക്കാർക്കാണെങ്കിൽ തോന്നിയേക്കാം ഓക്കെ ശരിയാണ്, അന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ പൂർവികരൊക്കെ അല്ലെങ്കിൽ സമരം ചെയ്ത് നേടിയെടുത്തേക്കുന്ന ഒരു അവകാശമാണ്, അതിനെ ഒരു വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ പറഞ്ഞ നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമുക്കതിനെ അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ ഈ മറച്ചുകൊണ്ട് ഈ പറഞ്ഞ വലിയ തരക്കേടില്ലാത്ത രീതിയിലൊരു വസ്ത്രം ധരിച്ചുകൊണ്ടിട്ടാണെങ്കിൽ വിക്ടോറിയ ഫാൾസിലാണെങ്കിൽ പുള്ളിക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഈ വിക്ടോറിയ ഫാൾസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഈ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത്രയും ഉയരത്തിലൂടെയൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പോയിരിക്കുന്ന ഒരു ലേഡിയാണ്. അവിടെ അന്നൊരു ബിക്കിനി പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഒരു വെള്ളത്തിലൂടെ ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഇറങ്ങിയേക്കുന്നത്. അന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനെ കൊണ്ട് സാരി ഉടുത്ത് പൊക്കൂടെ എന്ന് വരെ ചോദിച്ച് കമന്റ് എടുക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ബാക്ക് ടു ദിയാകൃഷ്ണയിലോട്ട് വരുമ്പോഴത്തേക്കിന് ദിയാകൃഷ്ണ പറുതിയിട്ട് ഫോട്ടോ ഇടണം. ഞാൻ ഈ നമ്മുടെ ഈ ഒരു ബാക്ക് പാക്കർ അരുണിമയുടെ കാര്യം ഇങ്ങനെ എടുത്ത് വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം കാണിച്ചുകൊണ്ടൊരു വ്ളോഗ് എടുത്തപ്പോഴേക്കും ആൾക്കാർക്ക് അതായിരുന്നു വിമർശനമായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, നിനക്ക് സനാതന ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അത് മറച്ചുകൊണ്ട് മറ്റൊരു ഇതിട്ടു അല്ലേ, ബിക്കിനെ പോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടിട്ട് ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ സാരി ഉടുത്ത് നടക്കാൻ പറ്റുമോടെ, അവിടെ അതിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് വേണ്ട ധരിക്കാനെ കൊണ്ട് അത് ധരിച്ചു പോയപ്പം അതിനും പ്രശ്നമായിരുന്നു, അതിനും കുറ്റങ്ങളായിരുന്നു. അവരുടെ ആ ഒരു അച്ചീവ്മെന്റ് എന്താണെന്നുള്ളത് കാണാനെ കൊണ്ട് ഇവിടെ ആർക്കും കഴിഞ്ഞില്ല. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിക്ക് അത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ, സനാതന ധർമ്മം. ഓക്കെ, അങ്ങനെ കണ്ടിട്ട് വെച്ചേക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു ഡ്രസ്സിൽ അതിനും പ്രശ്നമായിരുന്നു. ഓക്കെ, ആദ്യം തുറന്ന് കാണിച്ചതിൻ്റെ പേരിൽ പിന്നെ അത് മറച്ചതിൻ്റെ പേരിൽ അതിപ്പം എല്ലാവർക്കും സാരിയും പർദ്ദയും മുട്ട് സ്ത്രീകൾ വെളിയിലിറങ്ങിയാൽ മാത്രം എല്ലാവർക്കും സനാതന ധർമ്മം നമ്മൾ കാത്തു സൂക്ഷിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കെ ദിയാകൃഷ്ണയാണെങ്കിൽ ഇനി ഇതൊരു പർദ്ദയിട്ട് ധരിച്ചെന്ന് അല്ലെങ്കിൽ പർദ്ദ ഇട്ടുകൊണ്ടൊരു ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞാലും അതിലും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ സാരി ഉടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും പോയി കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. നിങ്ങൾ ഇനി ഏത് കാലത്താണ് നിങ്ങൾ മാറ്റാൻ പോകുന്നത്? ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ നേരത്തെ പറഞ്ഞ പോലെ എഗെയിൻ വീണ്ടും ഞാൻ പറയുകയാണ്, കുറേ ആൾക്കാർ ചോദിക്കും ഇവിടെ നീ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനെ ആണെങ്കിൽ ഇതുപോലെ ഒരുക്കി ഇറക്കി നിർത്തുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാൻ എൻ്റെ ഭാര്യനെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ആണെങ്കിൽ ഇങ്ങനെ ഒരുക്കി നിർത്തുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഇങ്ങനെ ഒരുക്കി നിർത്തുമോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ ചോദ്യം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അല്ല നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഒരാളുടെ വസ്ത്രധാരണം അത് അവരുടെ പേഴ്സണൽ താല്പര്യം, അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിലൊരാൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് ഒരവകാശമില്ല. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം രേണുസുതി പുള്ളിക്കാരിനെ വെച്ചിട്ട് എൻ്റെ പൊന്നു മക്കളെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ നിങ്ങളുണ്ടല്ലോ, നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിരന്തരം പുള്ളിക്കാരി ഇപ്പോൾ ഇടുന്ന വീഡിയോസിന് പോലെ ഈ നിരന്തരം കമൻറ്റുകളുമായിട്ട് വന്നിട്ട് അവരെ ഓക്കെ വെള്ള സാരി കൊടുത്ത് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ രേണുസുതി ആണെങ്കിൽ ഓക്കെ ബെറ്റർ എന്നുള്ള പോലെ തന്നെ ഇപ്പം ഈ പറയുന്ന പോലെ ദിയാകൃഷ്ണയാണെങ്കിൽ ഒരു പർദ്ദ ഇട്ട് നടക്കുമോ അല്ലെങ്കിൽ അവർ ഈ സമൂഹം പറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബെറ്ററാണ് എന്നുള്ള ഇതിലൊക്കെയാണ്. എന്തോന്നറിയാം ഇതൊക്കെ ഏത് കാലത്താണ് നിങ്ങളുടെ ഈ ഒരു മെൻറ്റാലിറ്റി ഒക്കെ മാറുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തിനാണെങ്കിലും ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.